2030 ജനുവരി നമ്മൾ രാവിലെ എണീക്കുന്നു. ഒന്ന് ഇമാജിൻ ചെയ്യൂ, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, വളരെ ബെറ്റർ ആയ ഒരു ലൈഫ്, മെന്റലി, ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി. സക്സസ്ഫുൾ ആയ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരിലൊക്കെ കാണുന്ന ഫൗണ്ടേഷണൽ ആയിട്ടുള്ള 3 തോട്ട്സ് ഉണ്ട്. എന്നാൽ നമ്മളിൽ മിക്കവർക്കും ഈ ഐഡിയ എല്ലാം ഡിസ്റ്റോർട്ടഡ് ആണ്. 3 മിനിറ്റ് 11 സെക്കൻഡ് ഉണ്ട്. ഈ ഡിസ്റ്റോർഷൻസ് നമുക്ക് മാറ്റാം. ഐ ഗ്യാരണ്ടി ഇൻ എ ഫ്യൂ ഇയേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന പോയിന്റിൽ നമ്മൾ എല്ലാവരും എത്തും. ആദ്യമായി ഈ ചാനൽ വരുന്നവർക്ക് വെൽക്കം ഹോം. നമ്മുടെയൊക്കെ ലൈഫ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് നിങ്ങളുടെ സമയം വേസ്റ്റ് ആവാതെ ചെയ്യാനാണ് ഈ ചാനലിൽ ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഈ ജേർണിയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. തോട്ട് നമ്പർ 1, the feeling of uncertainty is a 1 inch deep ocean. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ചോദ്യം, ഇനി നമ്മുടെ ജീവിതം എന്താകും, എങ്ങനെ മുന്നോട്ട് പോകും? ഈ അൺസർട്ടനിറ്റി വളരെ വലിയ ഒരു ഓഷൻ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇൻ റിയാലിറ്റി അതിന് 1 ഇഞ്ച് ഡെപ്ത് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് പറയുമ്പോൾ എല്ലാ പ്രോബ്ലംസും സില്ലിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പല പ്രോബ്ലംസും ലൈഫിലുണ്ട്. സമയമെടുത്ത് പേഷ്യൻസോടുകൂടി സോൾവ് ചെയ്യേണ്ടതാണ് പലതും. എങ്കിലും നമ്മൾ പേടിച്ച് നിൽക്കുന്ന മിക്കവാറും പ്രോബ്ലംസ് നമ്മൾ മനസ്സിൽ കരുതുന്ന അത്ര ഭയപ്പെടുത്തുന്നതല്ല. കരിയർ ചേഞ്ച് ആണെങ്കിലും, ഒരു ബാഡ് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണെങ്കിലും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും, ലോങ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് പഠിക്കാൻ പോകുന്നതാണെങ്കിലും, ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലോട്ട് സെറ്റിൽ ചെയ്യുന്നതാണെങ്കിലും, ഫിനാൻഷ്യൽ റിസ്ക് എടുക്കുന്നതാണെങ്കിലും, ഇനീഷ്യൽ ഫിയർ വളരെ ഹ്യൂജ് ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ കാര്യങ്ങൾ മാനേജബിൾ ആകും. ക്ലാരിറ്റി വരും, കൺട്രോൾ തിരിച്ച് കിട്ടും. അൺസർട്ടനിറ്റി ഫീലിംഗ് ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. കോഷ്യസ് ആവണം, പേടിച്ച് മാറി നിൽക്കണമെന്നില്ല. തോട്ട് നമ്പർ 2, ഇഫ് യു ഫിയർ ഫെയിലിയർ യു ഫിയർ ലേണിംഗ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ എപ്പോഴും അതിനെതിരെ നിൽക്കുന്ന ഒരു ചോദ്യം, ഞാനിത് ചെയ്താൽ ശരിയാകുമോ? ഇതൊരു തരത്തിലുള്ള ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, ശരിയായില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? 50 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു ജോലി കിട്ടുന്നത്? ഒരു വേൾഡ് കപ്പിൽ ഒരു ടീം ഒഴികെ ബാക്കി എല്ലാ ടീമുകളും ആ അറ്റംപ്റ്റിൽ ഫെയിൽ ചെയ്തവരല്ലേ? ഇവിടെ എല്ലാം ഫെയിലിയറിന്റെ എണ്ണം തന്നെയാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെയിലിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്നത് ഫിയർ ഓഫ് ലേണിംഗ് ആണ്. സോ ഇത്രയും നാൾ ചെയ്യാൻ മാറ്റിവെച്ച ആ ഒരു കാര്യം, അതൊരു ബിസിനസ് ആവട്ടെ, യൂട്യൂബ് ചാനൽ ആവട്ടെ, ജോബ് ആവട്ടെ, കോഴ്സ് ആവട്ടെ, ഫിയർ ഇല്ലാതെ അത് ചെയ്യൂ. അടുത്ത 5ഓ 10ഓ അറ്റംപ്റ്റ് ഫെയിലും ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ഗ്യാരണ്ടി ചെയ്യാം, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ചെയ്ത നിങ്ങളും ലാസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ചെയ്ത നിങ്ങളും ഒരാളായിരിക്കില്ല, ഷുവർ. ഇനി തോട്ട് നമ്പർ 3, ദ ബിഗ്ഗസ്റ്റ് റിസ്ക് ഈസ് നോട്ട് വാട്ട് യു തിങ്ക്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. വലിയ പരാജയങ്ങളും റിഗ്രറ്റ്സും ഒക്കെ ഉണ്ടാവുന്നത് റിസ്ക് എടുക്കുന്നത് കൊണ്ടല്ല, റിസ്ക് എടുക്കാത്തത് കൊണ്ടാണ്. പീറ്റർ തിയൽ പറയുന്നൊരു കാര്യമുണ്ട്, ദ ബിഗ്ഗസ്റ്റ് റിസ്ക് ഈസ് നോട്ട് ടേക്കിംഗ് വൺ. അതായത് റിസ്ക് എടുക്കാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന്. റിസ്ക് എടുക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പോയി നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ റിസ്ക് പോയി എടുക്കുക അല്ല വേണ്ടത്. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുക, അത് എടുക്കാനും ശ്രമിക്കുക. അപ്പോൾ 2026 നിങ്ങൾ എന്ത് ഷിഫ്റ്റാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്ത് ചലഞ്ചാണ് ഏറ്റെടുത്ത് മുന്നോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളോടും കൂടെ പറയൂ. നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ് ആവട്ടെ അത്. അൺഫോർച്ചുനേറ്റ്ലി ഈ വീഡിയോയ്ക്ക് ഇനി കൺക്ലൂഷൻ പറയാൻ നമുക്ക് സമയമില്ല. ഓൾറെഡി 3 മിനിറ്റ് ആയി. 2026 മുന്നോട്ട് വരാൻ പോകുന്ന വർഷങ്ങളും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യുന്ന വർഷങ്ങളാവട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വർഷം കാണാം.